സ്പർശിച്ചാലും ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം നിന്നിലടിയുന്നതേ. നിത്യസത്യം. നമ്മുടെ അച്ഛൻ മരിച്ചുവെന്ന വാർത്ത പത്രത്തിൽ കണ്ടു. അവസാനമായി ഒന്ന് കാണാൻ അവസരം ഒരുക്കാമായിരുന്നു നിങ്ങൾക്ക്. ചിദംബരത്ത് തൊഴുതുന്ന അച്ചാച്ചൻ ക്ഷേത്രനടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ആത്മാവ് പറന്നകന്ന ആ സ്ഥലത്ത് വെച്ച് തന്നെ ശരീരവും ദഹിപ്പിക്കാൻ അച്ഛൻ തീരുമാനിച്ചു. ഞാൻ ഇവിടേക്ക് വന്നത് ഇഷ്ടമായില്ല, അല്ലയോ കൂടപ്പിറപ്പേ? അച്ഛൻ പോലും അറിയരുതെന്ന് പറഞ്ഞ് ഒരു വലിയ രഹസ്യം എന്റെ മനസ്സിലടിച്ചേൽപ്പിച്ചു നീ. അച്ഛൻ നിനക്ക് മുടങ്ങാതെ ബലിയിടുന്നത് പ്രതികരിക്കാനാവാതെ നോക്കി നിന്നു ഞാൻ. ഓരോ ബലിയിലൂടെയും വെറുക്കപ്പെട്ട എന്നെ നമ്മുടെ അച്ഛൻ ഓർത്തെടുക്കുകയായിരുന്നല്ലോ. ഇന്ദ്രന്റെ പെങ്ങൾ ഇങ്ങനെ ഒരു വേഷം കിട്ടിയെന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം ഉണ്ടായിട്ടും ഇപ്പോഴും മറുപടി പറയാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുക ഞാൻ. ഇനിയെങ്കിലും നീ ഇത് പറയണം. ഇവനോടെങ്കിലും ആരും അറിയരുതെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച ആ മഹാസങ്കടത്തിൽ നിന്ന് ഞാനും രക്ഷപ്പെട്ടോട്ടെ. മരണം വരെയും നമ്മുടെ അച്ഛൻ പോലും അറിയാത്ത രഹസ്യം അതിനെയും അങ്ങനെ തന്നെ ഇരിക്കുന്നതല്ലേ നല്ലത്? ഇവിടെ അമല എന്റെ മകൻ പ്രണയിക്കുന്ന പെണ്ണ, ആറ്റുമാലി സണ്ണിയുടെ മകൻ. ആരുടെ ആരുടെ? ആറ്റുമാലിൽ സണ്ണിയുടെ മകൻ. ഇവളുടെ പേര് പറഞ്ഞ ഞാനും അച്ഛൻ തമ്മിൽ പിണങ്ങിയത്, അങ്ങനെ അച്ഛൻ ഈ വീട് വിട്ടു പോയത്. ഇപ്പോ നീ വാതിലിൽ മുട്ടുന്നതിന് തൊട്ട് മുമ്പ് അവസാനമായി ഞാൻ കേട്ട ചോദ്യം എന്തിന് അച്ഛൻ ഞങ്ങളുടെ വിവാഹത്തെ എതിർക്കുന്നു എന്നാണ്. അതിനുള്ള ജീവിച്ചിരിക്കുന്ന